ഹലോ, സുഖമല്ലേ? കുറച്ച് നേരത്തെ പോയി കുറച്ച് പ്രൊമോഷൻ പരിപാടികളൊക്കെ ഓടി നടക്കുന്നത്. അപ്പം ഇന്ന് ഭയങ്കര ടെൻഷനുള്ളൊരു ദിവസമാണ്. കാരണം നമ്മൾ എക്സാമൊക്കെ എഴുതിയിട്ട് റിസൾട്ട് വരുന്നതിൻ്റെ തലേ ദിവസം ഒരു നെഞ്ചത്തിരിപ്പാണില്ലേ, അതാണ് ഇന്നത്തെ ദിവസം. ഇതിനു മുമ്പ് പ്രകടനം ഇറങ്ങിയതിൻ്റെ തലേ ദിവസമായിരുന്നു. അപ്പോൾ അതെന്തായാലും അത്യാവശ്യം നല്ല രീതിയിൽ പോയി. അപ്പോൾ അടുത്ത ഡെർബിയാണ് നാളെ ഇറങ്ങുകയാണ്. അത് ഈ പറഞ്ഞ പോലെ എൻ്റെ ഒരു കഥ നമ്മൾ ചുരുക്കി പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഇയർ നമ്മൾ കോളേജിൽ കയറുന്നു, തേർഡ് ഇയർ കോളേജിൽ ഇറങ്ങുന്നു. ഇതാണ് ആ പടത്തിൻ്റെ ഒരു എന്നാൽ നമ്മളെ പടത്തിൽ നല്ല പിള്ളേരുടെ കഥയല്ല, അത്യാവശ്യം അലമ്പ് കാണിക്കുന്ന പിള്ളേരുടെ കഥയാണ്. അപ്പം ഇവിടെ നടക്കാത്ത ഇനി നിങ്ങൾക്ക് ആ സിനിമയിൽ കാണാം. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി പടം കാണണം. ഞാൻ സന്തോഷമായി. സത്യം പറഞ്ഞ എല്ലാ പ്രൊമോഷനും അത്യാവശ്യം നല്ല എനർജിയിൽ നിൽക്കുന്ന ആളാണ് ഞാൻ. ഇന്നിപ്പോൾ നിങ്ങളെ കണ്ടതിൻ്റെ സന്തോഷമുണ്ട്. ഇപ്പം ഈ പറഞ്ഞ കാര്യം നായിക ആയിട്ട് അഭിനയിക്കുന്ന ആദ്യത്തെ സിനിമയുടെ റിലീസാണെന്നുള്ള എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. എന്നുവെച്ചാൽ ഭയങ്കര ടെൻഷനുണ്ട്. എനിക്ക് ഇന്നിട്ട് ഇരിപ്പരങ്ങ് കിട്ടുന്നില്ല. പിന്നെ എല്ലായിടത്തും 27 എന്ന് പറയുന്നത് നാളെയാണ് റിലീസ്. ആ സംഭവം ശരിക്കും എനിക്ക് ഹിറ്റ് ചെയ്തത് ഇന്നലെയാണ്. മറ്റന്നാളാണ് റിലീസ് ചെയ്തുള്ള സ്ഥലം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സിനിമയാണ് സത്യം പറഞ്ഞാൽ ഡെർബി. നമ്മുടെ കംപ്ലീറ്റ്ലി ക്യാമ്പസ് ബേസ്ഡ് ആയിട്ടുള്ള ആക്ഷൻ പാക്ഡ് എൻ്റർടൈനർ ആണ്. നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇതുപോലത്തെ നല്ല കുട്ടികളല്ല നിങ്ങൾ ഇത്, പക്ഷെ എന്നാലും നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഒരുപാട് കഷ്ടപ്പെട്ട് ചെയ്തിട്ടുള്ള മൂവിയാണ്. അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഇതിന് മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ളത് സുമതിയോളമായിരുന്നു. അപ്പോൾ അതിലെ ക്യാരക്ടറിന് അത്യാവശ്യം സപ്പോർട്ടൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് ഒരുപാട് ഇഷ്ടപ്പെട്ട് ഭയങ്കര ആഗ്രഹിച്ച ഒരു മൊമെൻ്റ് ആയിരുന്നു ഇത്. ഇപ്പം നാളെ ഭയങ്കര ഇതാവുമ്പോൾ നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. താങ്ക് യു. വേറെ ചോദിക്കാറുള്ളത് ഇത്രയും പിള്ളേരെ വെച്ച് അഭിനയിച്ചപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? അല്ല, ഒരു കാര്യം എനിക്ക് പറയാം, ഇനി ഇങ്ങനൊരു സിനിമ ചെയ്യില്ല പിള്ളേരെ വെച്ചിട്ട്. പ്രായമുള്ളൂ എനിക്ക്, ഞാനിവരെ പ്രായമുള്ളൂ. പിന്നെ എല്ലാവരും അടിപൊളിയാണ്. നമ്മൾ ഈ കാണുന്ന ഞാനെന്തറിയോ, ഇവരിങ്ങനെ എല്ലാ ലൊക്കേഷനിലും ഇങ്ങനെയല്ല ബാക്കി കോളേജിലൊന്നും. അപ്പൊ എന്താണ് ഇവർ ഇത്ര സൈലന്റ് ആയിട്ട് എനിക്ക് മനസ്സിലാവുന്നത്. നല്ല വൃത്തിക്ക് എടുത്തൊരു സിനിമയാണ്. കാണുമ്പോൾ ഒരു കോളേജിൽ ഇങ്ങനെയല്ല, നമ്മൾ ഭയങ്കര ഓണായിട്ടാണ് നിൽക്കുന്നത്. ഇവരിങ്ങനെ നിങ്ങളെന്താ ടീച്ചർമാരൊക്കെ പേടിയുന്നുണ്ട്. എൻ്റെ പേര് ഹബീബ് എന്നാണ്. ഞങ്ങളുടെ ചേച്ചി സിംഗിളാണെന്ന് ചോദിച്ചത്. പിന്നെ രണ്ടാമത് ചോദിക്കാനുള്ളത്, റീസെന്റ് അമീനത്തിന്റെ റീൽസിനകത്ത് ഒരു സെലിബ്രിറ്റി കണ്ടന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരുടെയും സിനിമകൾ വരാനുണ്ട്. ഞാൻ അഭിനയിച്ച 2 പടം നേരത്തെ ഇറങ്ങുന്നു. ഓക്കെ, അടുത്ത ആരാ കൈവക്കല? ഞങ്ങൾ ഇവിടെ ഇറങ്ങി ഒന്ന് നിൽക്കുക. പറ, ആരെങ്കിലും കൈവക്ക? ഞാൻ ആരുമില്ലേ? ബാക്കിൽ എന്തെങ്കിലും അലമ്പെങ്കിലും ഉണ്ടാക്കണോ? ആരും ചാത്തനാരാ ഇവിടെ? ചാത്തൊക്കെ വിളിക്കുന്നുണ്ട്. ചാത്ത കയറി വാ. ആരില്ല, അങ്ങനെ ഒരാളില്ല. ചേച്ചി ചോദിച്ചോളാ. ഫോട്ടോ നമുക്ക് പോകുമ്പോൾ എടുക്കാം. ഞാനൊരു ചോദ്യം ചോദിക്കാം. ആരും ചോദിക്കുന്നില്ലല്ലോ. നിങ്ങൾക്ക് ഇപ്പൊ ഈ ഒറിജിനൽ ക്യാമ്പസിൽ ഓർമ്മ ഫീൽ ചെയ്യുന്നു? നിങ്ങളുടെ പഴയ ക്യാമ്പസിലേക്ക് ഓർമ്മയുണ്ടോ, അതോ നമ്മുടെ അഭിനയിച്ച സിനിമയാണോ ഓർമ്മ വരുന്നത്? എങ്ങനെയുണ്ടായിരുന്നു റിയൽ ക്യാമ്പസ്? ഡെർബി സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കൊരു ക്യാമ്പസ് വൈബ് തന്നെയായിരുന്നു. ഒരു സിനിമ പരിപാടി അങ്ങനെയല്ലായിരുന്നു. ഈ മൊത്തത്തിൽ ഇതുപോലെ തന്നെയായിരുന്നു. കുറെ പിള്ളേർ തന്നെ മൊത്തത്തിൽ കുറെ കുട്ടികളും ഒക്കെ ആയിട്ട് ഭയങ്കര രസമുള്ള പരിപാടിയായിരുന്നു.
അപ്പോൾ എക്സൈറ്റഡ് ആണ് എന്തായാലും. ഞങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ അങ്ങോട്ട് ഇപ്പം ഞാനൊരു കൗണ്ടർ അടിക്കുകയാണെങ്കിൽ തിരിച്ചവൻ എന്ത് പറയാനും അറിയാം. ഇപ്പം അവനൊരു കൗണ്ടർ അടിക്കുകയാണെങ്കിൽ തിരിച്ചെന്ത് പറയാനും എനിക്കും അറിയാം. സോ അത്രയും നാളത്തുള്ള ഒരു ബോണ്ട് കിടക്കുന്നുണ്ട്. ഇപ്പം കണ്ടന്റ് ഉണ്ടാക്കി ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഒരുമിച്ചിരിക്കുകയാണെങ്കിൽ കണ്ടന്റ് ഉണ്ടാക്കാൻ എളുപ്പമാണ്. ഇത്രയും നാളായിട്ട് എളുപ്പമാണ്. പിന്നെ ബാക്കിയുള്ളവരുടെ ഹെൽപ്പും കൂടെ കിട്ടുമ്പോഴത്തേക്ക് ഒരു സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരു ബോണ്ട് സീനില്ല. പക്ഷേ മമ്മൂക്കയുടെ ഷൂട്ട് നടക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഷൂട്ടില്ലെങ്കിൽ പോലും വെറുതെ മമ്മൂക്കാനെ കണ്ടിട്ട് ഓരോ ദിവസം പോകും. അപ്പോൾ നമുക്ക് ചോദിക്കും എനിക്കൊന്നും ഷൂട്ടിൽ അഭിനയത്തിന് വന്നേക്കെന്ന് ചോദിക്കും. പക്ഷെ ഭയങ്കര രസമായിരുന്നു. ഞങ്ങൾ ആളുടെ ഒരു പാട്ടോട് കൂടെ ഞങ്ങൾ എല്ലാവരും ഉഷാറായിരിക്കും അല്ലേ?